ലോക ഭൂപടത്തിൽ കടം വാങ്ങി ജീവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അതിലൊന്നാമത് നിൽക്കുന്ന പേര് പാകിസ്ഥാൻ എന്നായിരിക്കും. സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പില്ലാതെ ഓരോ മാസവും പലിശ അടയ്ക്കാനും ശമ്പളം നൽകാനും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്ന പാകിസ്ഥാന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. എന്നാൽ ഇത്രയൊക്കെ കടക്കണിയിൽ പെട്ടാലും പാകിസ്ഥാനെ താങ്ങി നിർത്താൻ സൗദി അറേബ്യ എപ്പോഴും എത്താറുണ്ട്. ഈ ഒരു ആത്മബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. സൗദിയുടെ സുരക്ഷയ്ക്കായി തങ്ങളുടെ സൈന്യത്തെ വിട്ടു നൽകിയും ഇസ്ലാമിക ലോകത്തെ ഐക്യത്തിന്റെ പേര് പറഞ്ഞുമാണ് പാകിസ്ഥാൻ സൗദിയുമായി ഈ ബായ് ബായ് ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്. സൗദിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അവരുടെ ഈ തന്ത്രപ്രധാനമായ സൈനിക പങ്കാളി കൂടിയാണ്. തിരിച്ചും പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയുടെ ഓരോ ഘട്ടത്തിലും രക്ഷകനായി എത്തുന്നത് സൗദി രാജകുടുംബവുമാണ്. മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയോടുള്ള മതപരമായ വൈകാരിക ബന്ധം പാകിസ്ഥാൻ ഭരണാധികാരികൾ തങ്ങളുടെ സാമ്പത്തിക ലാഭത്തിനായി എന്നും ഉപയോഗിക്കാറുണ്ട്. കടം വാങ്ങി കൂട്ടിയിട്ട് അത് തിരിച്ചടക്കാൻ വീണ്ടും കടം വാങ്ങുന്ന ഈ വിചിത്രമായ രീതി ലോകത്ത് മറ്റൊരു രാജ്യത്തും ഒരുപക്ഷെ കാണാൻ കഴിയില്ല. മുങ്ങിത്താഴുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസമായി സൗദി അറേബ്യയിൽ നിന്ന് $1 ബില്യൺ കൂടി എത്തിയിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ ചൊവ്വാഴ്ചയാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. വിദേശ കരുതൽ ശേഖരം കുത്തനെ ഇടിഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാന് നൽകിയ $3 ബില്യൺ സഹായ പാക്കേജിന്റെ അവസാന ഗഡുവാണിത്. കഴിഞ്ഞയാഴ്ച $2 ബില്യൺ ലഭിച്ചതിനു പിന്നാലെയാണ് ഇപ്പോൾ ബാക്കി $1 ബില്യൺ കൂടി സൗദി കൈമാറിയിരിക്കുന്നത്. 2026 ഏപ്രിൽ 20 മൂല്യ തീയതി പ്രകാരം സൗദി ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഈ ഫണ്ട് സ്വീകരിച്ചതായി ബാങ്ക് സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടുത്തിടെ നടത്തിയ സൗദി സന്ദർശനമാണ് ഈ വായ്പ വേഗത്തിലാക്കാൻ സഹായിച്ചത്. പശ്ചിമേഷ്യയിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കുക എന്ന പേരിൽ നടത്തിയ ഈ സന്ദർശനം യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക പിച്ചച്ചട്ടി നിറയ്ക്കാനുള്ള നീക്കം കൂടിയായിരുന്നു. ഷെരീഫിന്റെ സന്ദർശനത്തിനു പിന്നാലെ $3 ബില്യൺ പുതിയ നിക്ഷേപം വാഗ്ദാനം ചെയ്ത സൗദി നിലവിലുള്ള $5 ബില്യൺ വായ്പാ സൗകര്യം 3 വർഷത്തേക്ക് കൂടി നീട്ടി നൽകുകയും ചെയ്തു. ഇതോടെ പാകിസ്ഥാന്റെ സെൻട്രൽ ബാങ്കിൽ ആകെ $8 ബില്യൺ നിക്ഷേപിച്ച ഏക വലിയ രാജ്യമായി സൗദി അറേബ്യ മാറി. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശ്വാസം നൽകുന്ന കാര്യം കൂടിയാണ്. സൗദി സഹായിക്കുമ്പോഴും മറ്റൊരു അയൽരാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പാകിസ്ഥാനോട് അത്ര നല്ല നിലപാടല്ല സ്വീകരിക്കുന്നത്. യുഎഇക്ക് നൽകേണ്ടിയിരുന്ന $3.5 ബില്യൺ വായ്പ തിരികെ നൽകാൻ പാകിസ്ഥാൻ പാടുപെടുകയാണ്. വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള കരാർ പുതുക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച $2 ബില്യൺ പാകിസ്ഥാന് യുഎഇക്ക് തിരിച്ചടയ്ക്കേണ്ടി വന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും നയതന്ത്ര പ്രശ്നങ്ങളും കാരണം യുഎഇയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം ഏറെ വഷളായിരിക്കുകയാണ്. ഈ ഒരു വലിയ തുക തിരിച്ചടയ്ക്കേണ്ടി വന്ന സമയത്താണ് സൗദിയുടെ സഹായം എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് $1.2 ബില്യൺ കൂടി സംഘടിപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. എന്നാൽ IMFന്റെ കടുപ്പമേറിയ നിബന്ധനകളും സ്റ്റാഫ് ലോൺ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങളും കൈവരിക്കുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബാലികേറാ മലയാണ്. നിലവിൽ $16.6 ബില്യൺ ആണ് പാകിസ്ഥാന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം. ഇത് കേവലം 3 മാസത്തെ ഇറക്കുമതിക്ക് മാത്രമേ തികയൂ. പശ്ചിമേഷ്യയിലെ അശാന്തി പാകിസ്ഥാന്റെ വിദേശ അക്കൗണ്ടുകളെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് സൗദിയുടെ ദാനം സ്വീകരിക്കുമ്പോൾ മറുവശത്ത് യുഎഇയുടെ കടം വീട്ടാൻ ഓടുകയാണ് പാകിസ്ഥാൻ. സൗദി അറേബ്യ നൽകുന്ന ഈ പണം പാകിസ്ഥാന് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. കടം വാങ്ങി കിട്ടുന്ന പണം കൊണ്ട് കടം വീട്ടുന്ന ഈ രീതി പാകിസ്ഥാനെ എത്തിക്കുന്നത് വലിയൊരു പടുകുഴിയിലേക്ക് കൂടിയാണ്. എത്ര കാലം സൗദി ഇങ്ങനെ സഹായിക്കുമെന്ന ചോദ്യം ലോകം ചോദിക്കുന്നുണ്ട്. തങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനു പകരം ലോകരാജ്യങ്ങളുടെ നയതന്ത്ര താൽപര്യങ്ങളിൽ പങ്കുചേർന്ന് പണം വാങ്ങുന്ന പാകിസ്ഥാന്റെ തന്ത്രം അധികകാലം എന്തായാലും വിജയിക്കില്ല. ഈ $1 ബില്യൺ കൊണ്ട് കുറച്ചു ദിവസം കൂടി പിടിച്ചു നിൽക്കാമെന്നല്ലാതെ പാകിസ്ഥാന്റെ സാമ്പത്തിക പതനത്തിന് ഇതൊരു ശാശ്വത പരിഹാരമല്ല. കടം വാങ്ങി രാജ്യം ഭരിക്കുന്ന ഈ രീതി പാകിസ്ഥാനെ എവിടെ എത്തിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.